എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. സ്വതന്ത്ര കർഷക സംഘം പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. വന്യമൃഗശല്യം പരിഹരിക്കുന്നതിൽ സംസ്ഥാന സർക്കാരും വനം വകുപ്പും കാണിക്കുന്ന അനാസ്ഥയ്ക്കെതിരെ സ്വതന്ത്ര കർഷക സംഘം നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചിലും ധർണയിലും പങ്കെടുത്തു. ഇന്ന് രാവിലെ 11 മണിക്കാണ് മാർച്ച് സംഘടിപ്പിച്ചത്. സ്വതന്ത്ര കർഷക സംഘം സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്ക് പുറമെ വന്യമൃഗശല്യം കൂടി വർദ്ധിച്ചതോടെ കർഷകർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും കുറുക്കോളി മൊയ്തീൻ MLA പറഞ്ഞു. കാർഷിക വിളകളുടെ വിലയിടിവ്, കാർഷിക വിളകളിലെ രോഗബാധ, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയ്ക്ക് പുറമെ വന്യമൃഗങ്ങൾ വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നതും കർഷകരെ പ്രതിസന്ധിയിലാക്കുകയാണ്. കേന്ദ്രത്തിലെ മോദി സർക്കാരിനെ പോലെ സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരും കർഷകദ്രോഹ നടപടികളാണ് സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്ര കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ കർഷകർ നിലമ്പൂർ DFO ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. നമുക്കറിയാം കർഷകരുടെ ഇന്നത്തെ സ്ഥിതി. ജീവിക്കാൻ തന്നെ, പിടിച്ചു നിൽക്കാൻ തന്നെ മാർഗമില്ലാതെ പ്രയാസപ്പെടുന്ന ഒരു സാഹചര്യത്തിലാണ് കർഷകർ ഉള്ളത് എന്ന് നിങ്ങൾക്കറിയാം. അതിനു മേലെയാണ് സർക്കാരിന്റെ ദ്രോഹവും വന്യജീവികളുടെ ശല്യവും. ഇതെല്ലാം കൂടിയാകുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് ചിന്തിക്കാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കും. ഒരു ചൊല്ലുണ്ട്, പണ്ടേ ദുർബല പിന്നെയോ ഗർഭിണി എന്ന് പറഞ്ഞ ഒരവസ്ഥയിലാണ് കർഷകർ ഇന്നുള്ളത്. സ്വമേധയാ ഒരു കർഷകൻ എന്ന നിലക്ക് ഇവിടെ നിൽക്കാൻ, മുന്നോട്ട് പോകാൻ, പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരവസ്ഥ കർഷകർക്കുണ്ട്. രോഗങ്ങൾ, കാലാവസ്ഥാ വ്യതിയാനങ്ങൾ, അങ്ങനെ തുടങ്ങി പലതിനെയും അവർ നേരിടുകയാണ്. വിലക്കമ്മിയും വിളവിലെ ഉൽപാദന കമ്മിയും ഒക്കെ അവർ അനുഭവിക്കുന്നു എന്നുള്ളത് പരക്കെ അറിയാവുന്ന ഒരു പരമാർത്ഥമാണ്. വന്യമൃഗ ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് 680 കർഷകരാണ് മരിച്ചത്. ഇതിൽ 112 പേർ മരണപ്പെട്ടത് മലപ്പുറം ജില്ലയിലാണ്. ഇതിൽ 51 പേർ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാത്രമാണ്. വന്യമൃഗങ്ങൾ വീട്ടുമുറ്റങ്ങളിലേക്ക് എത്തുന്ന അവസ്ഥയാണ് നിലവിലുള്ളതെന്നും MLA പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് അബൂബക്കർ ഹാജി അധ്യക്ഷത വഹിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം നൽകാതെയും വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കാതെയും കർഷകരെ ദ്രോഹിക്കുന്ന നിലപാടുമായി പിണറായി സർക്കാർ മുന്നോട്ട് പോവുകയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ PK ബഷീർ MLA പറഞ്ഞു. മലയോര മേഖലയിലുള്ള കർഷകരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി അതിനെ ഏറ്റവും മുൻകൈ എടുക്കേണ്ട, വന്യമൃഗശല്യങ്ങൾ കൊണ്ട് അതിന് മുൻകൈ എടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ ഓഫീസിന്റെ മുമ്പിൽ തന്നെ ഈ ധർണ നടത്താൻ വന്ന ഇതിന്റെ എല്ലാ ഭാരവാഹികളെയും നേതാക്കന്മാരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് കുറുക്കോളി ഈ ഭരണമായിരുന്നല്ല, ഇതിലൊരു വിഷയമുണ്ട്. ഒന്ന് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മര്യാദക്കും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പന്നിനെ വെടിവെക്കണമെങ്കിൽ ആ നിയമം എങ്ങനെയാണ്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പന്നിനെ വെടിവെക്കാൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം കൊടുത്ത പിന്നീട് ആ നിയമത്തിൽ വെള്ളം ചേർത്തു. കൃഷി നശിപ്പിക്കാൻ വരുന്ന ഒരു പന്നി, ആ പന്നിയെ വെടിവെക്കാൻ പോയാൽ പിന്നെ ആ വെടിവെക്കുന്ന അത് കുഴിച്ചുകൂടാനുള്ള ചെലവ്.
അത് കഴിഞ്ഞാൽ പന്നി ഏതാണെന്ന് നോക്കണം. പന്നിക്ക് പള്ളിയുണ്ടെന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ട് വെടിയേക്കാൻ പറ്റും. അത് ആലോചിച്ച് നോക്കാൻ. ആ നിയമത്തിൽ അതാണ്. ഒന്ന് ഗർഭം, അതായത് നമുക്ക് പക്ഷി പറഞ്ഞാൽ പള്ളിയിൽ പന്നിനെ വെടിയേക്കാൻ പറ്റില്ല, ചെറിയ പന്നിനെ വെടിയേക്കാൻ പറ്റില്ല. ഇത് വരുന്നത് കൃഷി നശിപ്പിക്കണമല്ലേ? ഇതിന് ഒരു തീരുമാനം ഉണ്ടാകട്ടെ. അതാണ് ആ നിയമത്തിലെ ഏറ്റവും വലിയ ഒരു അപാകതം. സംസ്ഥാന സെക്രട്ടറി ലുക്മാൻ അരീക്കോട്, ബഷീർ പുതുവല്ലൂർ, സൈദലവി നിലമ്പൂർ എന്നിവർ സംസാരിച്ചു. കൊമ്പൻ ഷംസുദ്ദീൻ, മുജീബ് ദേവശ്ശേരി, സീതിക്കോയ, അബ്ദുറഹ്മാൻ, മുജീബ് വാടിയമ്പലം, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ മണ്ഡലം നേതാക്കൾ ഉൾപ്പെടെ മാർച്ചിന് നേതൃത്വം നൽകി. പ്ലസ് വിഷൻ, നിലമ്പൂർ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. 12 ഡിഗ്രി കോഴ്സുകളും 4 PG കോഴ്സുകളും, കമ്പ്യൂട്ടർ ലാബ്, ഡിജിറ്റൽ സ്റ്റുഡിയോ, റെക്കോർഡിംഗ് സ്റ്റുഡിയോ എന്നിവ ഉൾക്കൊള്ളുന്ന മൾട്ടിമീഡിയ കോഴ്സ്, BCA ലാബ്, ഫിസിക്സ് ലാബ്, സൈക്കോളജി ലാബ്, ലൈബ്രറി എന്നിവയും BCom, BBAയോടൊപ്പം ACCA, CMA US തുടങ്ങിയ കോഴ്സുകളും. ACCAയിൽ 9 പേപ്പർ എക്സംഷനും അതോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഡിഗ്രിയും നിങ്ങൾക്ക് ലഭിക്കുന്നു. ലോകോത്തര അംഗീകാരമുള്ള ആഡ് ഓൺ കോഴ്സുകളായ CMA, ടാലി ഇന്റർനാഷണൽ, ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, IATA തുടങ്ങിയവയ്ക്ക് 100% പ്ലേസ്മെന്റും ഉറപ്പു നൽകുന്നു. ആരോഗ്യ വകുപ്പിന്റെ അംഗീകാരമുള്ള ജില്ലയിലെ ഏക ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സ്, TTC, B.Ed കോഴ്സുകളും, LKG മുതൽ 4 വരെയുള്ള ഇംഗ്ലീഷ് മീഡിയം, +1 VHSC ഉൾപ്പെടെ 16 ബാച്ചുകളുള്ള കേരളത്തിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ. വിശാലമായ ഓഡിറ്റോറിയം, പ്ലേ ഗ്രൗണ്ട്, ലേഡീസ് ഹോസ്റ്റൽ, ബസ് സൗകര്യവും. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര.